മനുജ, യുക്രൈന്റെ 117 ഡ്രോൺ ആക്രമണത്തിൽ റഷ്യക്ക് നേരെ നടന്നൊരു ആക്രമണത്തിൽ എങ്ങനെയായിരിക്കും റഷ്യ തിരിച്ചടിക്കുക എന്നുള്ളൊരു ഭീതി ലോകത്തിനൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് പുടിൻ അടങ്ങിയിരിക്കില്ല എന്നും സമാധാന ചർച്ചകളൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞിരുന്നു. തിരിച്ചടിച്ചിട്ടേ ഇനി സംസാരമുള്ളൂ എന്നൊക്കെ പുടിൻ പറഞ്ഞിരുന്നു. അതിന്റെ ആദ്യ പടിയെന്നോണം മണിക്കൂറുകൾക്ക് മുൻപാണ് വടക്കൻ യുക്രൈനിലെ പ്രൈലുക്കി നഗരത്തിൽ റഷ്യ 103 ഡ്രോണുകളും അതുപോലെ തന്നെ ഒരു ബലിസ്റ്റിക് മിസൈലും പ്രയോഗിച്ചെന്ന് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരുന്നു. റഷ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇതിന്റെ 5 മരണമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തത്. കാഷ്വാലിറ്റീസ് ഉണ്ടല്ലാതെ. എന്തായാലും ഇതൊരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല പുടിന്റെ ആ ഒരു വൈരാഗ്യം. ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും, അതിനെ യുക്രൈൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോകം സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. നമുക്കറിയാം, യുക്രൈനാണ് ഇതിനകത്തൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സമാധാന ചർച്ചകൾക്കെല്ലാം നിന്നു. ഇസ്താംബുളിൽ മറ്റു ചർച്ചകൾക്ക് 2ാം ചർച്ചയ്ക്ക് നിൽക്കുന്ന ആ ഒരു സമയത്താണ് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ യുക്രൈൻ കടന്നു കയറി ആക്രമിച്ചിരിക്കുന്നത്. ഇതിനകത്ത് യുക്രൈൻ നേരിട്ടാണോ അതോ നാറ്റോ സഖ്യത്തിനെയും പാശ്ചാത്യ ശക്തികളിലേക്ക് പങ്കുണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും യുക്രൈൻ്റെ ഈ ഒരു നടപടി കാര്യമായിട്ടാണ് റഷ്യയെ ബാധിച്ചത്. എന്തായാലും ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പേടിപ്പിക്കുന്നത്. ഇനി ഇപ്പോൾ നടന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും റഷ്യ ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല എന്ന് ഉറപ്പായ കാര്യമാണ്. എന്താണ് മനുഷ്യക്ക് ഇതിനകത്ത് നോക്കൂ ശരത്, നമ്മൾ ഏറ്റവും പേടിയോടെ കണ്ടിരുന്ന ഒന്നാണ് പുടിന്റെ നിശബ്ദത. എന്താണ് പുടിൻ മിണ്ടാത്തത് എന്നൊരു ചോദ്യം ലോകം മുഴുവനും കേട്ടിരുന്നു. കാര്യം റഷ്യക്ക് വന്ന ഏറ്റവും വലിയൊരു പതനമായിരുന്നു സ്പൈഡർ വെബ് അല്ലേ, ആക്രമണം. ഈ ആക്രമണത്തിൽ എങ്ങനെയാണ് യുക്രൈനോട് റഷ്യ പ്രതികരിക്കുക? പ്രത്യേകിച്ച് സമാധാന ചർച്ചകളുടെ 2ാം ഘട്ടം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ യുക്രൈനെ പോലൊരു രാഷ്ട്രത്തിന് എങ്ങനെ ഇത്തരത്തിൽ ധൈര്യം വന്നു എന്ന് ലോകം ചോദിച്ചൊരു സമയമായിരുന്നു. ഈ ഘട്ടത്തിൽ പുടിൻ നിശബ്ദനായിരുന്നു. മാത്രമല്ല, എന്തായിരിക്കും ഇനി റഷ്യ ചെയ്യുക? റഷ്യ എന്ന് പറയുന്ന ഇത്രയും അധികം മിസൈലുകൾ അല്ലെങ്കിൽ ആമോസ് ഉള്ള ഒരു രാഷ്ട്രത്തിന് യുക്രൈനെ പൂർണ്ണമായി, പ്രത്യേകിച്ച് ആണവ ശക്തി കൂടിയാണ്, യുക്രൈനെ ആ അർത്ഥത്തിൽ തീർക്കുമെന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നിലനിൽക്കുകയാണ്. പുടിൻ ട്രംപിനോട് സംസാരിച്ചതിൻ്റെ 1 മണിക്കൂറിനകം റഷ്യ തിരിച്ചടിച്ചു എന്നുള്ളത്. കേവലം 1 മണിക്കൂറിനുള്ളിൽ റഷ്യ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രൈലുക്കി നഗരത്തിലെ കെട്ടിടങ്ങൾ തകർക്കുന്നു, 5 പേർ മരിക്കുന്നു. ഇത് സെലൻസ്കി ഇതിനോട് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഭീകരവാദ പ്രവർത്തനമാണ് ഇതെന്നാണ്. തങ്ങളുടെ 632ാമത്തെ കുട്ടി ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് സെലൻസ്കി ട്വീറ്റ് ചെയ്യുകയാണ്. ഇതിനെതിരെ റഷ്യക്കെതിരെ പ്രതികരണം ഉണ്ടാകുമെന്ന് പറയുന്നു. നോക്കൂ, അതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഓപ്പറേഷൻ സ്പൈഡർ വെബിന് ശേഷം ഈ റഷ്യയെയും യുക്രൈനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലം ഈ വെള്ളത്തിനടിയിലൊരു സ്ഫോടനത്തിൽ യുക്രൈൻ തകർത്തിരുന്നു. അതായത് വളരെ കൊച്ചു രാഷ്ട്രമായ യുക്രൈൻ പടിപടിയായി റഷ്യക്ക് മേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സമയത്തൊക്കെ നിശബ്ദമായിരുന്ന റഷ്യ ഏത് അർത്ഥത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ സ്ട്രാറ്റജി ഇനി പൂർണ്ണമായ യുദ്ധമാണെന്ന ഒരു പ്രഖ്യാപനം. അതായത് നമ്മളൊരു യുദ്ധത്തിന് മുമ്പ് ഒരു കാഹളം മുഴക്കും, ഞങ്ങളുടെ സ്ട്രാറ്റജി ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്, ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് കാണിക്കുന്നതാണ്. ഇനി എന്ത് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നടക്കാൻ പോകുന്നതാണ് യഥാർത്ഥ യുദ്ധം എന്ന് സത്യത്തിൽ വിവരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമേരിക്ക പോലൊരു രാഷ്ട്രം പറഞ്ഞിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു പുതിയ നയതന്ത്ര ബന്ധം, അതായത് അമേരിക്കയും റഷ്യയുമുള്ളൊരു നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ട്രംപിനെ പോലെ ഒരു നേതാവ് പറഞ്ഞിട്ടും കേൾക്കാത്ത പുടിൻ ഇനി ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭീകരമായ കാര്യം. അതുകൊണ്ട് തന്നെ 2 ഘട്ടത്തിലായി, അതായത് ഇപ്പോൾ യുക്രൈനെതിരെ ഇനി റഷ്യ നടത്താൻ പോകുന്നത് ഇതിനേക്കാൾ ഭീകരമായ ആക്രമണമായിരിക്കും. മാത്രമല്ല, ഇനി പുടിൻ ഈ വിഷയത്തിൽ തിരിച്ചു ഒരു നോട്ടം ഉണ്ടാവില്ല എന്നതും ഇതിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, നേരത്തെ പറയുന്നത് തന്നെ ഒരുവിധം ഈ റഷ്യക്കും താല്പര്യമില്ലായിരുന്നു ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരും ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നിലച്ചിരിക്കാതെ ഏതാണ്ട് 1.5 വർഷത്തോളം ഉള്ള ഒരു പ്ലാനിങ്ങിന് ശേഷം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് വഴി യുക്രൈൻ കടന്നു കയറി ആക്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുടിന്റെ ഒരു ശൈലി നോക്കുക. നമ്മൾ അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിന് മറുത്തൊന്നും, ഇപ്പോൾ നേരത്തെ പറയുന്ന ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്, ഒരു സൈക്കോ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാള് ഇത്തരത്തിലൊരു അഭിമാനം, തന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, തന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തനം എതിരാളികളിൽ നിന്നുണ്ടായാൽ ശക്തമായ മറുപടി കൊടുക്കുന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മളിത് ചോദിച്ചു വാങ്ങിയ ഒരു പ്രശ്നം, ഇത് ഒരു യുദ്ധം എന്നുള്ള രീതിയിലാണ്. കാരണം നേരത്തെ പറഞ്ഞു ഏതാണ്ട് സമാധാനം എല്ലാം വരുന്നു, സമാധാന ചർച്ചകൾ, അമേരിക്ക അടക്കമുള്ളവർ വരുന്നു, അതിനകത്തൊക്കെ ഇടനിലയായിട്ട് നിൽക്കുന്നു, എല്ലാം കൃത്യമായിട്ട് പോകുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രകോപനം എന്ന് തന്നെ പറയാം.
അതും പ്രത്യേകിച്ച് അവരുടെ 32% മിസൈൽ ശേഷി വരുന്ന അവരെയൊക്കെ തകർക്കുന്നു. അതൊക്കെ വരുമ്പോഴത്തെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മിസൈലുകൾ TU-95 അടക്കമുള്ള അതിനെയൊക്കെ തകർത്തെറിയുന്നു. ഇതെല്ലാം തന്നെ വല്ലാത്ത രീതിയിലാണ് യുക്രൈനെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞാൽ റഷ്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ ഏതാണ്ട് വർഷങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ജൂൺ 1 നടന്നത്. അപ്പോൾ അതിനെല്ലാം കൃത്യമായൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികാരം തന്നെ, അങ്ങനെ തന്നെ പറയാം, പ്രതികാരം തീർക്കുക എന്നുള്ളത് എന്തായാലും പുടിന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ സാധാരണ എല്ലാവരും യുദ്ധത്തിന് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകും, ചിലപ്പോൾ വാക്കാലായിരിക്കും. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു പ്രകോപനം കൊണ്ടാണ് ഇപ്പോൾ റഷ്യ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്താണ്. കാരണം ഇതിനകത്ത് പുടിൻ ആരുടെയും വാക്ക് കേൾക്കുന്നില്ല. ആകെ ട്രംപിനോട് പറഞ്ഞത്, ട്രംപ് പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിനോട് പറയുന്ന, അദ്ദേഹം എല്ലാം ആണെന്ന് അറിയിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളെയും അറിയിച്ചു, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നൽകി മാത്രമല്ല അമേരിക്കയിലുള്ള എംബസിയിലുള്ളവരുടെ അടുത്ത് പരമാവധി ഷെൽട്ടറുകളിൽ കഴിയാനും വെള്ളവും മരുന്നും ഭക്ഷണവും എല്ലാം കരുതി വെക്കാനും എല്ലാം മുന്നറിയിപ്പ് നൽകി. അത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് നന്നായി അറിയാം. ട്രംപിന് ഇനി എന്തായിരിക്കും റഷ്യ ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം. അതല്ലാതെ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ അല്ല അങ്ങനെ ഒരു ജാഗ്രത നിർദ്ദേശം നൽകേണ്ട ഒരു ആവശ്യമില്ല. എന്താ പറയാമോ, നോക്കൂ, ഇതിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ നോക്കുന്നത്. ഒരു കുട്ടി മരിക്കുന്നു, 10-17 ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ഗർഭിണികൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടതിൽ എന്നടക്കമുള്ള വാർത്തകളാണ് വരുന്നത്. യുദ്ധം ഒരിക്കലും ഒരു സമാധാനം കൊണ്ടുവന്നിട്ടില്ല ലോകത്ത്. പക്ഷേ ചില അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് യുദ്ധം ആവശ്യമായും വരാം. പക്ഷെ ഇതൊരു അനാവശ്യമായി തുടങ്ങുകയും വളരെ പെട്ടെന്ന് തീർക്കാമെന്നത് ചില ലോക നേതാക്കളുടെ ഗർവ്, അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് സമാധാന ഉടമ്പടികളൊന്നും വേണ്ട, ഞങ്ങളാണ്. ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ശരത്ത്. റഷ്യ ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി യുക്രൈനോട് തോറ്റാൽ റഷ്യ എന്ന് പറഞ്ഞൊരു ലോകരാഷ്ട്രത്തിന് വലിയ പ്രസക്തി തന്നെ ഇല്ലാതെയായി പോകും. യുക്രൈൻ വളരെ ചെറിയൊരു രാഷ്ട്രമാണ്, USSRന്റെ ഭാഗമായിരുന്ന വളരെ ചെറിയൊരു പ്രദേശമാണ്. ഇതിൽ റഷ്യ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പരാജയപ്പെടുകയോ യുക്രൈന് പൂർണ്ണമായ അർത്ഥത്തിൽ മറ്റു രാഷ്ട്രങ്ങളുടെ സഖ്യങ്ങളുടെ ഇടയിൽ നിന്ന് പിന്തുണ ലഭിച്ചുകൊണ്ട് റഷ്യക്കെതിരെ യുക്രൈൻ ഇനി ആഞ്ഞടിച്ചാൽ തന്നെ റഷ്യയെ സംബന്ധിച്ചത് വലിയ നാണക്കേടാണ്. അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസ്പ്ലേസ്ഡ് ആവുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ അവിടെ പഠിക്കാൻ പോയ കുട്ടികളൊക്കെ യുദ്ധമായപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ യുദ്ധം സമാധാനം കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ കൂടിയാണ് അവിടെ റദ്ദ് ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെയുള്ള മാനുഷിക പ്രശ്നങ്ങളുമുണ്ട് ഇതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ റഷ്യ ഇനി ഈ യുദ്ധത്തിന് ഒരു ഓക്കെ നമുക്കിത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്ന ഒരു സാഹചര്യമേ നമ്മളിനി പ്രതീക്ഷിക്കേണ്ടതില്ല. പ്ലസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, അമേരിക്ക ഒരു ലോക നേതാവ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ആ ഒരു പേര് കൂടി ഇടിഞ്ഞിരിക്കുകയാണ്. കാര്യം പുടിനെയും സെലൻസ്കിയെയും വിളിച്ചിരുത്തി സംസാരിച്ച് സമാധാന ചർച്ചകളെടുത്ത് പ്രശ്നം പരിഹരിക്കാമെന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രതിജ്ഞ. അധികാരത്തിൽ കയറി മണിക്കൂറുകൾക്കകം യുക്രൈൻ യുദ്ധം ഞാൻ നിർത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യനെയും ബാധിക്കാനുള്ള തരത്തിലേക്ക്, അതായത് റഷ്യക്ക് പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഇനിയും ആമോസ് മേടിക്കാനും നയതന്ത്ര ബന്ധം ശക്തമാക്കാനിരിക്കുകയാണ്. അതേസമയം ഡിപ്ലോമാറ്റിക്കായിട്ട് യുക്രൈനോടും ഇന്ത്യക്ക് ബന്ധമുണ്ട്. ഈ അർത്ഥത്തിൽ, മുഴുവനായ അർത്ഥത്തിൽ ഇനി എങ്ങനെയാണ് ലോകം ചലിക്കാൻ പോകുന്നത്, ലോകത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കാൻ കൂടി ഈ യുദ്ധത്തിന് ഇനിയുള്ള യുദ്ധത്തിന്, ഞാൻ പറഞ്ഞത് ഇതുവരെ നടന്നതല്ല യുദ്ധം, ഇനി നടക്കാൻ പോകുന്നതാണ് യുദ്ധം. അങ്ങനെ നോക്കിയാൽ ആ അർത്ഥത്തിൽ ഇനിയുള്ള ലോകക്രമം സത്യത്തിൽ നിശ്ചയിക്കപ്പെടുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടി വരും.